ആസ്ത്രേലിയയുടെ ദക്ഷിണ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇടത്തരം ദ്വീപായ ടാസ്മാനിയയുടെ കാര്യമെടുക്കുക. ഹിമയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഏകദേശം 10,000 BC-യിൽ സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ ആസ്ത്രേലിയൻ വൻകരയിൽ നിന്ന് വിഘടിച്ചു പോയതാണ് ടാസ്മാനിയ. നായാടികളും പെറിക്കറ്റീനുകളുമായിരുന്ന ആയിരക്കണക്കായ മനുഷ്യർ ആ ദ്വീപിൽ ശേഷിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യർ എത്തും വരെ മറ്റ് സാപ്പിയന്മാരുമായി ദ്വീപുകാർക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. 12,000 വർഷങ്ങൾ അവർ ലോകം അവരെയും അറിയാതെ പുലർന്നു. ലോകത്തിൽ മറ്റു മനുഷ്യർ ഉള്ളതായി ടാസ്മാനിയൻ ദ്വീപിലുള്ളവർ അറിഞ്ഞില്ല. അവർക്കും സ്വന്തം യുദ്ധങ്ങളും രാഷ്ട്രീയ കുഴമറിച്ചിലുകളും സാമൂഹിക ചാഞ്ചാട്ടങ്ങളും സാംസ്കാരിക വികസനങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും ചൈനയിലെ ചക്രവർത്തിമാരും മെസപ്പൊട്ടാമിയയിലെ ഭരണാധികാരികളും ടാസ്മാനിയയെ അറിഞ്ഞില്ല. അപരഗ്രഹവാസികളായിപ്പോലും ടാസ്മാനിയക്കാർ അവർക്കിടയിൽ അറിയപ്പെട്ടില്ല. അവർ അവരുടേതായ മറ്റൊരു ലോകത്തിൽ ജീവിച്ചു. അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ചരിത്രവും ഒട്ടൊക്കെ സമാനമായിരുന്നു. AD 378-ൽ റോമൻ ചക്രവർത്തിയായിരുന്ന വലൻസ് ഗോത്തുകളുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുകയും ആഡ്രിയാനോപ്പിൾസിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. അതേ വർഷം തിക്കാലിലെ ചാക്ടോക്ക് ഇച്ചാക്ക് രാജാവിനെ തിയോദിക്കുവിൻ്റെ സേന പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു.